ഈ ചൈനയ്ക്ക് ചില അക്കടി പറ്റി എന്ന് ചേട്ടന്മാർക്ക് സ്വയം മനസ്സിലായി. ഇച്ചിരി ചെറിയ അക്കടികളൊക്കെ പറ്റി എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് ചോദിക്കുന്നത് നമ്മൾ സംസാരത്തിൽ പറഞ്ഞു. പാകിസ്ഥാനെ തട്ടിയിട്ട് നല്ല ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്, അല്ലാതെ ചൈന ചില എടുത്തുചാട്ടങ്ങളൊക്കെ നടത്തി. ചൈന എടുത്തുചാട്ടമല്ല, ചൈന ചെയ്തത് നമുക്കറിയാം. പാകിസ്ഥാന് സഹായിക്കാൻ ഇറങ്ങിയതാണ്. പാകിസ്ഥാനിലെ ചേരേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല ചേട്ടാ, അത് പാകിസ്ഥാന് ആയുധം കൊടുത്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിന് അവർക്ക് പാളിപ്പോയത് എവിടെയാണെന്ന് അറിയില്ല. ഇപ്പൊ പാകിസ്ഥാനെ നമുക്ക് അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മാൻ പവറിനെ ആയാലും നമുക്ക് അടച്ചാക്ഷേപിച്ചെന്നും പറയാൻ പറ്റില്ല. പക്ഷേ സൈനിക ശക്തിയിൽ 12ാം സ്ഥാനമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു കാര്യത്തിനെ അടച്ചാക്ഷേപിച്ച് പറയരുതല്ലോ. അപ്പൊ പിന്നെ ചൈനയെയും നമുക്ക് പറയാൻ പറ്റില്ല. ചൈന വികസിപ്പിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ്, പ്രതിരോധ രംഗത്തുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇവർക്ക് കൊടുത്തു. ഇവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ പരീക്ഷിക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ പരീക്ഷിക്കേണ്ടി വരുന്ന ഇടത്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതെ, അതെ. അപ്പൊ ഒരു പാകിസ്ഥാനാണെങ്കിൽ കടം പറയും, പാകിസ്ഥാൻ കടം പറയും. അപ്പൊ അവർക്കത് കൊടുത്തു. അപ്പൊ അവര് പരീക്ഷിക്കട്ടെ. നമുക്ക് ഇതിന്റെ കാര്യം ചെറുത് മാത്രമല്ല, അവിടെയാണ് വിഷയം. ഈ കൊടുത്തിട്ടുള്ള ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങൾ ചൈനയുടെ ഈ ഉപകരണം പാകിസ്ഥാനുകൾക്ക് പ്രയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെങ്കിലും ഞാൻ ചേട്ടനൊരു കാര്യം തരുന്നു, അല്ലെങ്കിൽ ചേട്ടന് എനിക്കൊരു കാര്യം തരികയാണ്. ഇത് കിട്ടിയിട്ട് ഈ നമ്മൾ പറയില്ലേ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ, അപ്പോൾ അതുപോലെ ഇരിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. നിങ്ങൾ കൂടിയ മൊബൈൽ എന്നെ തന്നാലേ എനിക്ക് ഈ മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ പ്രയോജനമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതിപ്പോൾ അവരുടെ ആണവ പ്ലാന്റുകളെന്ന് പറഞ്ഞാലും അത്തരത്തിലാണ് സംഭവങ്ങൾ. അവിടെ ഇവരാണ് എന്ന് പറയും, ഇവരുടേതാണെങ്കിലും അവിടെ കാര്യങ്ങൾ ഇൻസൈഡ് നടത്തുന്നത് അമേരിക്കയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെയാണ് പാകിസ്ഥാന്റെ കാര്യം. ഇവരെ സംബന്ധിച്ച് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ മിലിറ്ററി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ നിന്നോളും, ജനങ്ങൾ അനുഭവിച്ചോളും, അത് അവർക്കറിയേണ്ട പ്രശ്നമില്ല. പക്ഷേ ഈ ചൈനയുടെ ഒരു വിഷയം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈനയ്ക്ക് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ചൈന ഉണ്ടാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് പാകിസ്ഥാനികൾക്ക് ഉപയോഗിക്കാൻ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിനും സാധ്യതയുണ്ട്. നമുക്ക് കിട്ടുന്നത് നമുക്ക് ഉപയോഗിക്കണേ അല്ലേ, അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇതിപ്പോൾ ചൈന തന്നെ പറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ മിസൈലുകളെ പ്രതിരോധിക്കാനായിട്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന്. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. ആ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതായത് അത് പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് അവർ തന്നെ, ചൈന തന്നെ സമ്മതിച്ചിരിക്കുന്നു. മികച്ചതാണ്. അപ്പോൾ അവരുടെ രാജ്യത്തിന്റെ അവർ വികസിപ്പിച്ചെടുത്ത ഒരു കാര്യം മോശമായിരുന്നു എന്നുള്ളത് അവർ തന്നെ പറയും. മറ്റത് നമ്മൾ പറഞ്ഞത് എന്താണ്, അല്ല, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ അങ്ങനെ ഒരു വിഷയം വരേണ്ടതായിട്ടില്ല. ഇത് സമ്മതിച്ചത് ആരാണ്? പാകിസ്ഥാനല്ല, ചൈനയാണ്. അപ്പൊ അവരുടെ പിഴവ് എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായത് കൊണ്ടാണ് അവർ തന്നെ അത് സമ്മതിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര മികച്ച കാര്യമല്ലേ? ഈ ഒരു യുദ്ധത്തിന് ഒരു താങ്ക്സ് പറയായിരിക്കും, അവരുടെ ഗുണമേന്മ അവർക്ക് അറിയാൻ പറ്റും. അതെ, ചൈന താങ്ക് യു പറയുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരത് സമ്മതിച്ചു എന്നുള്ളത് നമ്മുടെ ഭാരതത്തിന്റെ മികവിനെ അംഗീകരിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ക്രെഡിറ്റ് ആണ്. അത്രയും മികച്ച ആയുധങ്ങൾ ആണ് നമ്മുടെ ആയുധപ്പുരയിലുള്ളത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അവര് നൽകിയത്, പാകിസ്ഥാന് ചൈന നൽകിയത് മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള HQ-9B, HQ-16 എന്നീ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇവയ്ക്കാണ് ബ്രഹ്മോസിനെ തടുക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നതിലുള്ള ഒരു അതൃപ്തിയുണ്ട്. ആ അതൃപ്തി പാകിസ്ഥാൻ ചൈനയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒരു നീരസം ഇരു രാജ്യങ്ങളും തമ്മിൽ വന്നിട്ടുണ്ട്. എടാ, നീയൊക്കെ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചല്ലേ
എന്നുള്ളതായിരിക്കും പാകിസ്ഥാൻ ചോദിക്കുക. കാരണം ഇതെല്ലാം കയ്യിലുള്ളതിൻ്റെ ഹുങ്കിലായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിന് കൂടി ഒരു ആക്രമണത്തിലേക്ക് പോലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവിടെ നമ്മുടെ സംവിധാനങ്ങൾ മികച്ചതായി നിൽക്കുമ്പോൾ ഇത് തന്നവനോട് നമ്മൾ ചോദിക്കില്ല, നീ എന്ത് പൊട്ട സാധനമാണ് ഞങ്ങൾക്ക് തന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും. ആ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബ്രഹ്മോസ് പോലുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളെ തടയാൻ ഇത് ഈ പറയുന്ന HQ-9Bക്കും HQ-16 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയില്ല എന്നുള്ളത് അവസാനം പാകിസ്ഥാന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് പറയേണ്ടി വന്നു. അതിനെ തടയാൻ കഴിയുന്ന രീതിയിലല്ല അത്ര ഇതിന്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മെയ് 7 തുടങ്ങിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കേന്ദ്രങ്ങളും ഇന്ത്യ ഈ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് നാശകോശമാക്കി തകർത്ത് തരിപ്പടമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ ഈ പറഞ്ഞ 2 പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതൊന്നും തടുക്കാനും കഴിഞ്ഞില്ല. മാത്രമല്ല ഇന്ത്യ പ്രയോഗിച്ച സ്കാൽപ്പ് മിസൈലുകളുണ്ട്, കാമിക്കാസെ ഡ്രോണുകളുണ്ട്. അത് പാകിസ്ഥാന്റെ ആന്റി സ്റ്റെൽത്ത് റഡാറുകളെയും ഈ പറയുന്ന 2 പ്രതിരോധ സംവിധാനങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. സ്റ്റെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും അവർ വിചാരിച്ചിരുന്നത് പോലത്തെ സ്റ്റെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും നമ്മുടെ ഈ മിസൈലുകളും ഡ്രോണുകളും സ്കാൽപ്പ് മിസൈലുകളും ബ്രഹ്മോസിന് പുറമെ സ്കാൽപ്പും കാമിക്കാസെ ഡ്രോണുകളും ഒക്കെ എന്താ പറയാ അതിനെയൊന്നും തകർക്കാനായിട്ട് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി. അപ്പോൾ അമേരിക്കയുടെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നു, പാട്രിയറ്റ് എന്ന പേരിൽ. ആ പാട്രിയറ്റിന് ബദലായിട്ടാണ് ചൈന ഈ HQ-9B സംവിധാനത്തിനെ അവതരിപ്പിച്ചത്. അതായത് അമേരിക്കയോട് കിടപിടിക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രതിരോധ സംവിധാനമാണ് ബ്രഹ്മോസിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെ പോയതെന്ന് അർത്ഥം. അപ്പൊ 250 മുതൽ 300 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നായിരുന്നു ചൈന അവകാശവാദം വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ HQ-16 40 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെയാണ് തകർക്കാനും സാധിക്കുക. അപ്പോൾ പാകിസ്ഥാന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലായിട്ട് അവർ അവതരിപ്പിച്ചതാണ് ഈ പറയുന്ന ചൈനയുടെ 2 വ്യോമ പ്രതിരോധ ഈ സംവിധാനങ്ങൾ. അത് നിശേഷം നിഷ്പ്രഭമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതിന്റെയൊക്കെ ദൗർബല്യം വ്യക്തമാവുകയും കൂടി ചെയ്യുമ്പോൾ ചൈന ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവരുടെ ആയുധങ്ങൾ ഇത്രയ്ക്ക് കഴിപ്പണം കെട്ടതാണോ എന്ന് പച്ച മലയാളത്തിൽ ചോദിക്കേണ്ടി വരും. അതായത് മാത്രമല്ല കേട്ടോ, അവർ കിടപിടിച്ചത് ആരോടായിരുന്നു? അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സാധനമാണ്. അതെ, എനിക്കൊന്ന് പാകിസ്ഥാൻ അത്യാവശ്യം കാശ് മുടക്കി സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. പാകിസ്ഥാൻ കാശ് മുടക്കിയോ എന്നുള്ളത് ചൈനയോട് ചോദിക്കേണ്ടി വരും. അതെല്ലാം മേടിച്ചു വെച്ചു കേട്ടോ. അതെ, പറ്റായിട്ട് വാങ്ങിയതാണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് ഈ ADB-ന്നും IMF-ന്നൊക്കെ ഉള്ള ഇത് കിട്ടുമ്പോ അങ്ങോട്ടായിരിക്കും കൊടുത്ത്. അതെ, ADB-ന്നും വായ്പ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് കിട്ടുമ്പോ നിങ്ങൾക്ക് തരാന്നായിരിക്കും ചിലപ്പോ ധാരണ, നമുക്കതറിയില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയായിരിക്കാം. അല്ല, തീവ്രവാദികൾ ആയുധ പരിശീലനം നടത്തി കൊടുക്കുന്നവരല്ലേ. അതെ, എന്തായാലും 2022 തന്നെ നമുക്ക് ഇന്ത്യക്ക് പാകിസ്ഥാന് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അത്ര കഴിവുറ്റതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് തൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അത് സംശയമുണ്ട്. അത് ഞാൻ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന കണ്ടാണ്. പാകിസ്ഥാനിലേക്ക് അബദ്ധത്തിൽ ബ്രഹ്മോസ് തൊടുത്തു വിട്ടു എന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷേ അത് അബദ്ധമായിരുന്നു. ഈ ഒരു മിസൈല് തൊടുത്തു വിടണമെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അല്ലാതെ വെറുതെ ചെന്നിരിക്കുമ്പോ കൈതട്ടി പോകുന്ന സാധനം അല്ലല്ലോ മിസൈല്. നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു മിസൈൽ പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ മിസൈലൊന്നും പോകും. അതെ, ISRO ഒരു ഇത് റോക്കറ്റ് തൊടുക്കുമ്പോ എന്തെല്ലാം പ്രൊസീജിയറാണ്, മിസൈല് തൊടുക്കുമ്പോ നമ്മുടെ രാജ്യരക്ഷയിൽ കണക്കുണ്ട്. ഇത്രയും ബ്രഹ്മോസിന്റെ മിസൈൽ ഉണ്ട്. അത് വിടുന്ന ഉദ്യോഗസ്ഥൻ എത്രയെണ്ണം വിട്ടു, എവിടേക്ക് വിട്ടു, എന്ത് കാര്യത്തിന് വിട്ടു. അതെ, ഇതിന്റെ ഇന്ന പൊസിഷനിൽ ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് വരെ കണക്ക് പറയേണ്ടി വരും. പിന്നെ അപ്പൊ അബദ്ധത്തിലായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അബദ്ധത്തിലായിരുന്നു എന്നുള്ളത് നാവികസേനയുടെ ഒരു പറച്ചിലാണ്. അതെ, അതൊരു പറച്ചിലായിരിക്കാം. അപ്പൊ അത്തരത്തിൽ അതൊരു വിവാദമായിരുന്നുവെങ്കിലും അത് ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത്
കഴിവുറ്റതല്ല എന്ന് ഇന്ത്യക്ക് മനസ്സിലായി. ഇത് എങ്ങനെ മനസ്സിലായി? ഈ അബദ്ധത്തിൽ ബ്രഹ്മോസ് അവിടെ ചെന്ന് പതിച്ചില്ലേ, ഒരുപക്ഷെ അപ്പൊ മനസ്സിലായതായിക്കോട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അതെ, തിരിച്ചടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ?